Good morning all. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ സർവേയിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. നോക്കാം, പല മെത്തേഡുകൾ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കുക, അനലിറ്റിക്കൽ മെത്തേഡ്. ഏരിയ ഈസ് കമ്പ്യൂട്ടഡ് ഡയറക്ട്ലി ബേസ്ഡ് ഓൺ ഫീൽഡ് മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾസ് ആൻഡ് ലൈൻസ് ബൈ യൂസിങ് ദ ഫോർമുലാസ് ഓഫ് ട്രിഗണോമെട്രി. അനലിറ്റിക്കൽ മെത്തേഡിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫീൽഡിൽ പോയി മെഷർ ചെയ്തിട്ടുള്ള ആംഗിൾസിൻ്റെ ലൈൻസിൻ്റെ ഒക്കെ ലെങ്ത്ത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രിഗ്നോമെട്രിക് ഫോർമുലകൾ യൂസ് ചെയ്തിട്ട് പ്ലോട്ടിൻ്റെ ഏരിയ കാണുന്ന മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡായിട്ട് പറയുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ള പ്ലോട്ടിൻ്റെ ലൈൻസിൻ്റെ ഒക്കെ ലെങ്ത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഓരോ ലൈൻസിൻ്റെയും ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ യൂസ് ചെയ്തിട്ട് ട്രിഗ്നോമെട്രിക് ഫോർമുലകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ പറയുന്ന പേരാണ് അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കുക, ഗ്രാഫിക്കൽ മെത്തേഡ്. ഇൻ ദിസ് ഏരിയ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ലൈൻസ് ആസ് ഡ്രോൺ ഓൺ ദ പ്ലാൻ. ദ ഗിവൺ പ്ലാൻ ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു സം ജോമെട്രിക്കൽ ഫിഗേഴ്സ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള പ്ലോട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാന് വരയ്ക്കുക. ആ പ്ലാന് വരച്ചിട്ട് ആ പ്ലാനിനെ നമ്മൾ സം ജോമെട്രിക്കൽ ഫിഗേഴ്സായിട്ട് സബ് ഡിവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പ്ലോട്ടിനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിന് ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾസ് ആവാം, റെക്റ്റാങ്കിൾസ്, സർക്കിൾസ് ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ ഫിഗേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഓരോ ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടിട്ട് ടോട്ടൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ചെറിയ റെക്റ്റാങ്കിൾസ് ആക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ആഡ് ചെയ്തിട്ട് ആ ഒരു പ്ലോട്ടിൻ്റെ ഫുൾ ഏരിയ കാണുന്ന മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ നോക്കുക, മെക്കാനിക്കൽ മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ദ ഏരിയ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ യൂസ് ഓഫ് എ മെക്കാനിക്കൽ ഡിവൈസ്. ഒരു മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് മെക്കാനിക്കൽ മെത്തേഡിൽ പറയുന്നത്. യൂഷ്വലി പ്ലാനിമീറ്റർ ഈസ് യൂസ്ഡ്. മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാനിമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ പ്ലാനിമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിന് പറയുന്ന പേരാണ് മെക്കാനിക്കൽ മെത്തേഡ്. ഓക്കെ, പ്ലാനിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ടിൽ പോയിട്ടല്ല ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ നമ്മൾ കിട്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്ലാന് വരക്കും. ആ പ്ലാന് വരച്ചിട്ട് ആ പ്ലാനിൽ പ്ലാനിമീറ്റർ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നാലാമത്തെ മെത്തേഡാണ് കോർഡിനേറ്റ് മെത്തേഡ്. ഓക്കെ, കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. In this method, the independent coordinates of the points are used in the computation of area. അതായത് ഈ മെത്തേഡിൽ നമ്മൾ സർവേ ചെയ്യുന്ന ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഓരോ സർവേ സ്റ്റേഷൻസ് പറഞ്ഞു, ആ ഓരോ സർവേ സ്റ്റേഷൻ്റെയും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റുകൾ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്താണ്, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്താണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്തായിരുന്നു, ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഇപ്പോൾ ഒരു പോയിന്റ് A23 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ആയിരിക്കും അർത്ഥം, ഇവിടെ ഈ ഒരു ഒറിജിനിൽ നിന്നും 23 എന്നാവുമ്പോൾ എക്സ് ആക്സിൽ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 യൂണിറ്റും അതുപോലെ തന്നെ വൈ ആക്സിൽ 3 യൂണിറ്റും മാറിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ്, അതുപോലെ ഓരോ സർവേ സ്റ്റേഷൻ്റെയും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സുകൾ, ആ കോർഡിനേറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഏരിയ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുക. ഒരു എക്സാമ്പിൾ നോക്കുക. ABCD 4 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സർവേ ചെയ്യാൻ പോകുന്ന ഒരു പ്ലോട്ടാണിത്, ABCD എന്ന് പറയുന്ന ഈ ഒരു പ്ലോട്ട്. അതിൽ നമ്മൾ സർവേ ചെയ്യുന്ന ഓരോ നമ്മുടെ സർവേ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സർവേ പോയിന്റ്സ് ആണ് ABCD. സ്റ്റേഷൻസ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കോർണേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ 4 പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ABCD 4 പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സർവേ സ്റ്റേഷൻസ് ആയിട്ട്. ഇനി ഈ ഓരോ പോയിന്റ്സിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ്, എക്സ് കോർഡിനേറ്റും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും ഓരോ പോയിന്റിൻ്റെയും എ എന്ന് പറയുന്ന പോയിന്റിൻ്റെയും BCD എല്ലാ പോയിന്റ്സിൻ്റെ എന്ത് ചെയ്യുക, എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂസും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂസും കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വാല്യൂസ് കറക്റ്റ് അറിയാം, പക്ഷെ കോമൺ ആയിട്ടൊരു ഇക്വേഷൻ എഴുതാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സുകളാണ് x1 y1. x1 എന്ന് പറയുന്നത് എക്സ് ആക്സിലെ കോർഡിനേറ്റും അതുപോലെ തന്നെ y1 എന്ന് പറയുന്നത് എന്താണ്, വൈ ആക്സിലെ കോർഡിനേറ്റുമാണ്, വൈ കോർഡിനേറ്റുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സുകളാണ് x2 y2. x2 y2 എന്ന് പറയുമ്പോൾ x2 എന്ന് പറയുന്നത് എന്താണ്, എക്സ് കോർഡിനേറ്റും y2 എന്ന് പറയുന്നത് എന്താണ്, വൈ കോർഡിനേറ്റുമാണ്. ഓക്കെ, അതുപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റിന് നോക്കുക x3 y3 ആണ്. അതേപോലെ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ x4 y4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 4 പോയിന്റ്സ് ആണുള്ളത്. 4 പോയിന്റ്സിന്റെയും ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഏരിയ ഇസ് ഈക്വൽ ടു എ ഹാഫ് ഇൻറ്റു, ഈ ഹാഫ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടിട്ട് ശേഷം അറ്റ് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കുക, y1 ഇൻറ്റു x2 മൈനസ് xn. y1 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ് y1. ഓക്കെ, അതേ ഇൻറ്റു x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റ് മൈനസ് xn എന്ന് പറയുന്നത് ഏതാണോ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ കേസിൽ D ആണ് ലാസ്റ്റ് പോയിന്റ്. ABCD എന്ന് പറയുമ്പോൾ D അല്ലേ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ x4 ആണെന്നുണ്ടെങ്കിൽ ഈ xnന് പകരം എന്ത് വരും, x4. ഇനിയിപ്പോൾ 4 പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ x4 എന്ന് വന്നത്. ഇനിയിപ്പോൾ വലിയൊരു പ്ലോട്ടാണ്, വലിയൊരു പോളിഗൺ ആണെന്നുണ്ടെങ്കിലാണ്, കുറേ സൈഡുകളുള്ള ഒരു വലിയൊരു പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ 4 ഒരു 7 8 അല്ലെങ്കിൽ 5 6 പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എത്രയാണോ ലാസ്റ്റ് വരുന്നത് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് xn ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേ പ്ലസ് y2 ഇൻറ്റു x3 മൈനസ് x1 പ്ലസ് y3 ഇൻറ്റു x4 മൈനസ് x2 പ്ലസ് yn എന്ന് പറയുന്നത് ഇതിപ്പോൾ 4 നമുക്കൊരു ഇക്വേഷനും കൂടി വരുന്നത് y4 ഇൻറ്റു y4 കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ y4 ആണ് ലാസ്റ്റ്. അപ്പോൾ അത് ഒരു ക്ലോസ്ഡ് പോളിഗൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി കഴിഞ്ഞാൽ തിരിച്ച് എയിലോട്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഫസ്റ്റ് പോയിന്റിലോട്ട് തന്നെ വരിക. അപ്പോൾ എന്തായിരിക്കും വരിക, y4 ഇൻറ്റു x1 മൈനസ് x2. ഓക്കെ, y4 ഇൻറ്റു x1 മൈനസ് x3 ആണ്. ഓക്കെ, x1 മൈനസ് x3 ഇത് y4 ഇത് ഇതിലെ y കോർഡിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് വരുന്ന x കോർഡിനേറ്റ് മൈനസ് ഇതിൽ തൊട്ട് മുന്നേ ഉള്ളതിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ y4 എടുക്കുകയാണെങ്കിൽ y4 ഇൻറ്റു x1 മൈനസ് x3. ഇനി ഇവിടെ y3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്, x4 മൈനസ് x2. ഇനി y2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന എക്സ് കോർഡിനേറ്റ് മൈനസ് അതിന് തൊട്ട് മുന്നേ ഉള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ y2 ഇൻറ്റു x3 മൈനസ് x1 അങ്ങനെയല്ലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോയിന്റ് n പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ n ലാസ്റ്റ് പോയിന്റിൻ്റെയും കൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് കോർഡിനേറ്റ് എന്തായിരിക്കും, yn ആയിരിക്കും. ആ yn ഇൻറ്റു x1 മൈനസ് xn മൈനസ് 1 ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കോർഡിനേറ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുകൊണ്ട് എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സർവേയിങ് 2 പഠിക്കാനുള്ളത്. നേരത്തെ ബാക്കിയുള്ളതൊന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ അത് പല മെത്തേഡുകളിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഏരിയ കാൽക്കുലേഷന്. കോർഡിനേറ്റ് മെത്തേഡ് വഴി എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർവേ 2 നമുക്ക് പഠിക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക്
കോർഡിനേറ്റ് മെത്തേഡ് വഴി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ABCDEFG യൂസിങ് ദ ഫോളോയിങ് ഡാറ്റാസ്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിഗർ തരും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ മാത്രമാണ് ക്വസ്റ്റ്യനിൽ തരാറ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള ഹൈറ്റ്. ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആക്സിസും അതുപോലെ തന്നെ ഓഫ്സെറ്റ് നമ്മൾ വൈ ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പോയിന്റ്സിൻ്റെ ABCDEFG, ഓക്കെ, ഓരോ പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റുകളുടെ ലെങ്ത്, എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റ്സിൻ്റെയൊക്കെ ലെങ്ത് ഇങ്ങനെ ഇതേപോലെ ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക. ഫസ്റ്റ് എ എന്ന് പറയുന്ന പോയിന്റ് 0 0, എ എന്ന് പറയുന്ന പോയിന്റിന്റെ നമ്മൾ 0 0 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്റെ തൊട്ട് മുകളിൽ തന്നെ ആയതുകൊണ്ട് എന്താണ് 0 ആണ് വരുന്നത്. ബി വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ് 6.52, ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 6.52 ആണ്. എക്സ് അങ്ങോട്ട് മാറാത്തതുകൊണ്ടാണ് 0 തന്നെ വന്നത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന പോയിന്റിന് നോക്കുക, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 10 ആണ്, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5.48 ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ 22 ആണ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 7.24. ഇ എന്ന് പറയുന്ന പോയിന്റിൻ്റെത് 37 ആണ് എക്സ് കോർഡിനേറ്റ്, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6.83 ആണ്. ഇനി എഫ് എന്ന് പറയുന്ന പോയിന്റിന് നോക്കുക, എക്സ് കോർഡിനേറ്റ് 56ഉം വൈ കോർഡിനേറ്റ് 7.88 ആണ്. ഈ ജി എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടി ഉണ്ട്. അപ്പോൾ ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് നോക്കുക, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എഫിന് നേരെ താഴെ തന്നെ വരുന്നതുകൊണ്ട് 56 തന്നെയാണ് വരുന്നത്. ഇനി വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോക്കുക, എന്റെ നേരെയാണ് വരുന്നത്, മുകളിലോട്ടോ താഴോട്ടോ ഒന്നുമില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് 0-ലായതുകൊണ്ട് എന്താണ് 56 0 ആവും അതിന്റെ ജി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് തന്നിട്ടുള്ള ഈ ഒരു ടേബിളിനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ടേബിളിനെ ഇങ്ങനെ വരക്കാം. ഓരോ പോയിന്റും അതിന്റെ എക്സ് ഡിസ്റ്റൻസ് എക്സ് കോർഡിനേറ്റും ഓഫ്സെറ്റ് വൈ കോർഡിനേറ്റും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡിസ്റ്റൻസും ഓഫ്സെറ്റും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് ആക്കിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് ടേബിൾ ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നോക്കുക 0 0, ബി എന്ന് പറയുന്നത് 0 6.52, സി എന്ന് പറയുന്ന പോയിന്റിന്റെ 10 5.48, ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് 22 7.24, ഇ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് 37 6.83, എഫ് എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് 56 7.88, അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് 56 0. ഓക്കെ, അപ്പോൾ ഇതിലെ x1 എന്ന് പറയുന്നത് 0 ആയിരിക്കും, x2 0 ആണ്, x3 10 ആണ്, x4 ഓക്കെ, x1 x2 x3 x4 x5 x6 x7 അങ്ങനെ പോകും. അതുപോലെ തന്നെ വൈൻ്റെ വാല്യൂസ് ഇങ്ങനെ വരും. y1 എന്ന് പറയുന്നത് 0 ആണ്, y2 6.52, y3 എന്ന് പറയുന്നത് എന്താണ് 5.48 ആണ്, y4 എന്ന് പറയുന്നത് 7.24, y5 എന്ന് പറയുന്നത് 6.83, y6 എന്ന് പറയുന്നത് 7.88, y7 എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇക്വേഷനിൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കാം, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ആ ഒരു ടേബിൾ ഞാൻ സൈഡിൽ വരച്ചിട്ടുണ്ട്. എക്സിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും വാല്യൂസ് x1 2 3 4 5 6 പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സൈഡിൽ 1 2 3 എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുമ്പോൾ x1 ആണ്, y1 എന്ന് പറയുമ്പോൾ y1, x2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, y2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, x3 എന്ന് പറയുന്നത് 10 ആണ്, y3 എന്ന് പറയുന്നത് എന്താണ് 5.48. അങ്ങനെ ഓരോ പോയിന്റിൻ്റെയും നമുക്ക് എന്താ ചെയ്യുക, ആ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു y1 into x2 minus xn plus y2 into x3 minus x1 plus y2 into x3 minus x1 plus y3 into x4 minus x2 plus etc plus yn into x1 minus xn minus 1. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, ഹാഫ് ഇൻറ്റു y1 എന്ന് പറയുന്നത് നോക്കാം, y1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ് 0 ആണ്, 0 ഇൻറ്റു x2 എന്ന് പറയുന്നത് നോക്കാം, x2 എന്ന് പറയുന്നത് എന്താണ് 0 0 മൈനസ് xn എന്ന് പറയുന്നത് എന്താണ്, n എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഇതാണ്, ആ ലാസ്റ്റ് പോയിന്റ് അതായത് x7 ആണ്.
ആ ലാസ്റ്റ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ എന്താണ് 56. അപ്പോൾ 56 ഇവിടെ എഴുതി. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് y2 എന്ന് പറയുന്നത് നോക്കുക. y2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 6.52 ആണ്. അപ്പോൾ 6.52 ഇൻറ്റു x3 എന്ന് പറയുന്നത് നോക്കുക. x1 x2 x3 എന്ന് പറയുന്നത് 10 ആണ്. 10 മൈനസ് x1 എന്ന് പറയുന്നത് നോക്കുക. x1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 10 മൈനസ് 0 പ്ലസ് ഇനി y3ൻ്റെ നോക്കുക. y3 എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ആണ്. ഇത് ഓർഡറിൽ ഇങ്ങനെ പോവുക. അപ്പോൾ ഈ ഓരോ പോയിന്റ് എടുക്കുമ്പോഴും ഇതിന് ശേഷം വരുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും അതിന് മുന്നേ വരുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. y3 എന്ന് പറയുമ്പോൾ 5.48 ഇൻറ്റു 22 മൈനസ് 0 പ്ലസ് ഇനി നോക്കുക. y4 എന്ന് പറയുന്നത് എന്താണ്? 7.24 ആണ്. അപ്പോൾ 7.24 ഇൻറ്റു 37 മൈനസ് 10 പ്ലസ് ഇനി അടുത്ത പോയിന്റ് നോക്കുക. y5 എന്ന് പറഞ്ഞാൽ എന്താണ്? 6.83 ആണ്. അപ്പോൾ 6.83 ഇൻറ്റു 56 മൈനസ് 22 എന്ന് കൊടുക്കുക. പ്ലസ് ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എന്താണ്? 7.88 ആണ്. അപ്പോൾ 7.88 ഇൻറ്റു 56 മൈനസ് 37. ഓക്കെ, പ്ലസ് ഇനി ലാസ്റ്റത്തെ പോയിന്റ് yn അല്ലെങ്കിൽ y7 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് എടുക്കുക 0. ഇനി ഇതിന് തൊട്ട് മുന്നുള്ള പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 56. അപ്പോൾ 0 മൈനസ് 56 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതിയെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഓരോ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0 ഇൻറ്റു 0 മൈനസ് 56 എന്ന് പറഞ്ഞാൽ 0 ആണ്. 6.52 ഇൻറ്റു 10 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 65.2. അതുപോലെ തന്നെ 5.48 ഇൻറ്റു 22 ചെയ്താൽ 120.56. ഇനി 7.24 ഇൻറ്റു 37 മൈനസ് 10 ആകുമ്പോൾ 27 ചെയ്താൽ 195.48. ഇനി അതേപോലെ തന്നെ 6.83 ഇൻറ്റു 56 മൈനസ് 22 പ്ലസ് 7.88 ഇൻറ്റു 56 മൈനസ് 37 പ്ലസ് ഇത് 0. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാതും കണ്ടുപിടിച്ചിട്ട് അതേ ഇൻറ്റു 1/2 ഹാഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 381.59 മീറ്റർ സ്ക്വയർ എന്നാണ് വാല്യൂസ് കിട്ടുക. ഇതിലാകെ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ ഓരോ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, ആൻസർ ഇനി തെറ്റിപ്പോയാൽ തന്നെ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസറിന് 1 മാർക്കോ അത്രയൊക്കെ കുറക്കുള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ എങ്ങനെയെന്നുള്ളതാണ് പലർക്കും കൺഫ്യൂഷൻ വരിക, മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ പക്കാക്കി വെക്കുക, കാണാണ്ട് പഠിക്കുക, എന്നിട്ട് ഇത് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ y എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഇൻറ്റു അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് അതിൻ്റെ വൈൻ്റെ തൊട്ട് മുന്നുള്ള പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ്. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്തു പോവാം. ഫസ്റ്റും ലാസ്റ്റും നമുക്കൊരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് പഠിച്ചു തന്നെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ കണ്ടുപിടിക്കുക.